കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. എത്ര കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള പുഴകളെയാണ് നദികളായി കണക്കാക്കപ്പെടുന്നത്? 15 കിലോമീറ്റർ. എസ്.കെ. പൊറ്റക്കാടിനെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പരാമർശിച്ചിരിക്കുന്ന നദി? ഇരുവഞ്ഞിപ്പുഴ. ദേവികുളത്ത് ഉത്ഭവിച്ച് കേരളത്തിലൂടെ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദി? പാമ്പാർ. അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി? രാമപുരം പുഴ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരം? ചാലിയാർ. ചിമ്മിണി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി? കുറുമാലിപ്പുഴ. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? വളപട്ടണം. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരം? പമ്പ. ഉളിയന്നൂർ ദ്വീപ് കാണപ്പെടുന്ന നദി? പെരിയാർ. കുഞ്ചൻ നമ്പ്യാരുടെ കിള്ളിക്കുറിശിമംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരം? ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി? നെയ്യാർ. കണ്ണൂരിലെ ധർമ്മടം ദ്വീപിനെ ചുറ്റി ഒഴുകുന്ന നദി? അഞ്ചരക്കണ്ടി പുഴ. മുരാട് പുഴ എന്നറിയപ്പെടുന്ന നദി? കുറ്റ്യാടിപ്പുഴ. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല? കാസർഗോഡ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി? അയിരൂർ പുഴ. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി? ചീങ്കണ്ണിപ്പുഴ. ഏറ്റവും അധികം ജില്ലകളിലൂടെ കടന്നു പോകുന്ന കേരളത്തിലെ നദി? മൂവാറ്റുപുഴ. പുഴകൾ ഗതിമാറി ഒഴുകുന്നത് മൂലം രൂപം കൊള്ളുന്ന ഓക്സ്ബോ തടാകം കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏതു നദിയിലാണ്? ചാലക്കുടിപ്പുഴ. തലശ്ശേരിയെയും മാഹിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദി? മയ്യഴിപ്പുഴ.